നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം 15, ഇപ്പോഴാ 31. അങ്ങനെ നീണ്ടുപോകുകയാണ് പ്രവാസികളുടെ കാത്തിരിപ്പ്. രാജ്യാന്തര വിമാന സർവീസുകൾക്കുള്ള വിലക്ക് ജൂലൈ 31 വരെ നീട്ടിയതായി വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ ജൂലൈ 15 വരെ വിലക്ക് നീട്ടി DGCA ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതാണ് വീണ്ടും ദീർഘിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ തിരഞ്ഞെടുക്കുന്ന റൂട്ടുകളിൽ സർവീസ് നടത്താൻ ആലോചനയുള്ളതായും DGCA അറിയിക്കുകയുണ്ടായി. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് മാർച്ച് അവസാനമാണ് രാജ്യാന്തര ആഭ്യന്തര വിമാന സർവീസുകൾ നിർത്തിവച്ചത്. എന്നാൽ ആഭ്യന്തര വിമാന സർവീസുകൾ പിന്നീട് പുനരാരംഭിക്കുകയായിരുന്നു. അതേസമയം പ്രവാസികൾ ഏറെ ആശ്രയിച്ചു പോരുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഒട്ടുമിക്കവയും പ്രവാസികളെ തിരിച്ചു വിളിച്ചു തുടങ്ങി. അതുമാത്രമല്ല, രാജ്യാന്തര വിമാന സർവീസുകൾ ആരംഭിക്കുമെന്നുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞു. ആയതിനാൽ തന്നെ UAE-യിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നവർക്ക് രജിസ്ട്രേഷനും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കുകയും ചെയ്തു. വന്ദേ ഭാരത് മിഷൻ പോലുള്ള ഒഴിപ്പിക്കൽ വിമാനങ്ങളിൽ പോകുന്നവർക്ക് വിമാനത്താവളത്തിലെ റാപ്പിഡ് ടെസ്റ്റ് മതിയാകും. 7-ന് രാജ്യാന്തര വിമാന സർവീസുകൾ ആരംഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേശീയ അത്യാഹിത ദുരന്ത നിവാരണ സമിതി വക്താവ് ഡോക്ടർ സെയ്ഫ് അൽ ദാഹ്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രത്യേക കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വിദേശയാത്രാനുമതി നൽകൂ. UAE സ്വദേശികൾക്കും താമസ വിസയുള്ള വിദേശികൾക്കും വിദേശത്ത് പോകാൻ പെർമിറ്റ് ലഭിക്കും. 50 ദിർഹമാണ് ഇതിനുള്ള ഫീസ്. വിനോദസഞ്ചാരത്തിന് തൽക്കാലം അനുമതിയില്ല. അതോടൊപ്പം തന്നെ കുവൈറ്റിൽ ഓഗസ്റ്റിൽ രാജ്യാന്തര വിമാന സർവീസ് പുനരാരംഭിക്കുമെന്നതായി ബന്ധപ്പെട്ട വ്യോമയാന വകുപ്പ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വരുന്നവർക്കും പോകുന്നവർക്കും വിമാന കമ്പനികൾക്കും പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ രാജ്യാന്തര സർവീസുകൾ ആരംഭിക്കുന്നത് നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ലോക്ക്ഡൌണിന് മുന്നേ നാട്ടിലെത്തി കുടുങ്ങിപ്പോയ പ്രവാസികളിൽ ഭീതി ഉളവാകുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.